നമസ്കാരം. ന്യൂസ് 5 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വയനാട്ടിലെ വന്യമൃഗശല്യം തടയാൻ നടപടികളുമായി സർക്കാർ. CCF റാങ്കിലുള്ള സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കും. തീരുമാനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തിൽ. ഓപ്പറേഷൻ ബേലൂർ മഖ്ന ദുഷ്കരം ദൗത്യത്തിൽ പങ്കുചേർന്ന് കർണാടക വനം വകുപ്പും. സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർധനവിൽ വലഞ്ഞ് ജനം. 3 രൂപ മുതൽ 46 രൂപ വരെ വില കൂടും. കൂട്ടിയിട്ടും ഇപ്പം ഏകദേശം സപ്ലൈകോ പൂട്ടുന്ന പോലെ തന്നെയല്ലേ കിടക്കുന്നത്. വില കൂട്ടിയ ജനങ്ങൾക്ക് ജീവിക്കാനാകാത്ത അവസ്ഥ അല്ലേ ഉണ്ടാകുക. ഒരു രക്ഷയില്ല, ഇങ്ങനെ പോവന്നെ. അപ്പം ജനങ്ങളങ്ങനെ ജീവിക്കുന്നുള്ള സർക്കാർ വേറെ എന്തേ വഴിയിലൂടെ കണ്ടെത്തുകയല്ലാതെ ഇപ്പോൾ എന്താ പറയുക. വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. വിലവർധനയെ ന്യായീകരിച്ച് ഭക്ഷ്യമന്ത്രി. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഇലക്ട്രൽ ബോണ്ട് സ്കീം റദ്ദാക്കി സുപ്രീം കോടതി. ആദായ നികുതി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധം. ഇലക്ട്രൽ ബോണ്ട് സ്കീം വിവരാവകാശ നിയമത്തിന്റെ ലംഘനം. രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന സംഭാവന അറിയാൻ വോട്ടർക്ക് അവകാശമുണ്ടെന്നും കോടതി. ഗവർണർക്കെതിരെ പ്രതിഷേധം തുടർന്ന് SFI. തൃശൂരിൽ ഇന്നും ഗവർണർക്ക് നേരെ കരിങ്കൊടി. സുരക്ഷയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടേത് ഇരട്ടത്താപ്പെന്ന് ഗവർണർ. തൃപ്പൂണിത്തുറ സ്ഫോടന കേസിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പുരോഗമിക്കുന്നു. സബ് കളക്ടർ K. മീര സംഭവസ്ഥലം സന്ദർശിച്ചു. പോലീസ് കസ്റ്റഡിയിലെടുത്ത 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മരട് വെടിക്കെട്ടിന് അനുമതിയില്ല.